ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാം. സോ വെൽക്കം ടു ഡേ 10 ഓഫ് അവർ 60 ഡേയ്സ് ചാലഞ്ച്. അപ്പോൾ നമ്മുടെ ടർക്കിഷ് ചിക്കൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ ഒരു 2 സ്പൂൺ യോഗട്ടോട് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ്. കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ലെഗ് പീസസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം നടച്ചു വെച്ചുകൂടെ കുക്ക് ചെയ്താൽ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും. ഒരുപാട് എണ്ണ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഈ ഒരു സംഭവം നമുക്ക് പൊറോട്ടയുടെ കൂടെയും നാൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് കേട്ടോ അടിപൊളി. അപ്പോൾ ചിക്കനൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. ബൈ ദ ടൈം നമുക്കൊരു വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അത് തന്നെ ഒരു പാനിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കുറച്ചും കൂടി ഇട്ടിട്ട് അതിലേക്ക് മൈദ അല്ലെങ്കിൽ വീറ്റ് ഫ്ലവർ, നമുക്കതിൽ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇന്നിപ്പോൾ വീറ്റ് ഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പാൽ അതിലേക്ക് ഒഴിക്കുക. കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ, പിന്നെ ഓറിഗാനോയും കൂടി ഇട്ടിട്ട് കുറച്ച് കസൂരി മേത്തി, ഒരു പിഞ്ച് കസൂരി മേത്തിയുടെ ലീഫ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വൈറ്റ് സോസ് റെഡി. ഇനി ഇത് നമ്മുടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വൈറ്റ് സോസ് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിടുന്ന ചീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ലൈസ് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയും കൂടെ മണ്ടക്കിട്ടിട്ട് ഒരു 5 minutes നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ അടിപൊളി വൈറലായിട്ടുള്ള ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. ഞാൻ നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൊറോട്ടയോ നാനോ ഒക്കെ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചപ്പാത്തി ഓക്കെ ആയിരിക്കാം, പക്ഷെ പൊറോട്ടയും നാനോ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഒത്തിരി സമയം ഒന്നും എടുക്കത്തില്ല. നമ്മളൊരു ചിക്കൻ കറി വെക്കുന്ന അത്രയും പോലും സമയം നമുക്ക് എടുക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു ദെൻ ബൈ.